നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് അറിയാം, 2 ദിവസം മുമ്പ് നമ്മൾ നീറ്റിന്റെ റിസൾട്ട് വന്നു. അതിൽ കുറച്ച് പേർക്കെങ്കിലും വിചാരിച്ച റാങ്കും വിചാരിച്ച മാർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ബാക്കി കുറേ പേർക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വിചാരിച്ച റാങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ വർഷം 550 മാർക്കുള്ള കുട്ടിക്ക് ഒരു 63,000-ത്തിനടുത്തൊക്കെ റാങ്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേ മാർക്കുള്ള കുട്ടിക്ക് 1,34,000-ന് മേലെയാണ് റാങ്ക് വന്നത്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിലായാൽ പോലും MBBSന് സീറ്റ് കിട്ടാൻ ചാൻസുള്ള കുട്ടികൾ ഇപ്രാവശ്യം അത് കിട്ടുന്നില്ല. അതായത് നമ്മൾ അത്രയും 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഷ്ടപ്പെടുന്നത്, നമ്മൾ പലരും വിചാരിച്ച കോഴ്സ് ഉണ്ടാവും, ചില മിക്കവർക്ക് MBBS ആയിരിക്കും അതിൽ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എക്സാം എഴുതി വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച റാങ്ക് ഇല്ലാത്ത വളരെ കഷ്ടമല്ലേ. അതിനുപരി നമ്മളിപ്പോൾ അറിയുന്നത് ഒത്തിരി പേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നെന്നും അതുപോലെ തന്നെ അവർക്ക് ഈ ഗ്രേസ് മാർക്കൊക്കെ അലോട്ട് ചെയ്തിട്ട് അവരുടെ മാർക്ക് കൂടുന്നൊക്കെയുള്ള വാർത്തയാണ് ഇപ്പം വന്നത്. അപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഇനി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്നൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ നീറ്റ് 2-3 തവണ എടുത്ത ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഈ നീറ്റ് റിപ്പീറ്റേഴ്സിൻ്റെ റീ റിപ്പീറ്റേഴ്സിൻ്റെ ആയാലും ശരിക്കുള്ളൊരു അവസ്ഥ ഏറ്റവും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഊണുമില്ല, ഉറക്കമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് വേറൊന്നും നടക്കുന്നില്ല. ഫുഡ് കഴിക്കുക, ഇരുന്ന് പഠിക്കുക, വീണ്ടും ഫുഡ് കഴിക്കുക, ഇരുന്ന് പഠിക്കുക എന്നല്ലാതെ വേറെ നമ്മുടെ ഒരു ലൈഫിൽ വേറെ ഒന്നും നടക്കുന്നില്ല. അപ്പം അതൊരു പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ രാവിലെ എണീക്കുന്നോട്ട് രാത്രി കിടക്കുന്ന വരെ നമ്മൾ ഈ ബുക്കിന് മുമ്പിൽ ഈ ഒബ്ജക്റ്റീവ് ചെയ്തിരിക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് തന്നെ മടുക്കും. അപ്പോൾ നമ്മൾ അത്രയും ഇത് തരണം ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒരു റിപ്പീറ്റേഴ്സായാലും പ്രീ റിപ്പീറ്റേഴ്സായാലും സൂപ്പർ റിപ്പീറ്റേഴ്സിലായാലും ഒക്കെ തന്നെ നീറ്റിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നതെന്ന് അർത്ഥം. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതിന് ഓപ്പോസിറ്റ് കുറച്ച് പേര് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അത് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നു. അറ്റ് ദി സെയിം ടൈം അവിടെ നിന്ന് തന്നെ നമ്മൾ അറിയുന്ന കുറേ പേർക്ക് ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ ഇങ്ങനെ NTA സിസ്റ്റത്തിൽ ഒരു ഗ്രേസ് മാർക്ക് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം 10ാം ക്ലാസ്സും +2 ഒന്നും അല്ലല്ലോ ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്യാൻ. ഇപ്പം അതിൽ തന്നെ വൈകി എന്നുള്ള റീസൺ കൊണ്ട് എൻ്റെ അനിയത്തി എക്സാം എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ ഒരു നീറ്റിൻ്റെ എക്സാം. അപ്പോൾ അവളുടെ സെൻറ്ററിൽ നീറ്റിൻ്റെ എക്സാം തുടങ്ങാൻ വൈകിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ടൈം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, കുറച്ചും കൂടി. അപ്പം അവരെല്ലാവരും സെയിം പോലെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് എക്സാം വൈകിയതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അവർക്ക് ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് വൈകിട്ടുള്ള എല്ലാ സെൻറ്ററിലെ എല്ലാ കുട്ടികൾക്കും അത് അലോട്ട് ചെയ്യണം. പോരാത്തിന് നമ്മൾ മാർക്കിംഗ് സിസ്റ്റം 719, 718 എന്നൊക്കെ കാണുന്ന സമയത്ത് അത് ഒരു സസ്പീഷ്യസ് ആയുള്ള കാര്യമല്ലേ. കാരണം ഒരിക്കലും ഒന്നിക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം 720, 720. ഇല്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിട്ടാലും നമ്മൾ നേരെ പോവുക 716 മാർക്കിലേക്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ നമ്മൾ 4 മാർക്ക് +-1 മാർക്ക് എല്ലാം കൂടി നമ്മൾ 715 എത്തും. അതായത് 720 കഴിഞ്ഞാൽ നേരെ നമ്മൾ 716 എത്തേണ്ട സാധനം നമ്മൾ 717, 18, 19 ഒക്കെ കിട്ടുന്നു. അതൊക്കെ ഒരു സസ്പീഷ്യസ് ആയുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനൊന്നും NTA അടുത്ത് കാര്യമായ ന്യായീകരണമൊന്നുമില്ല. അപ്പം നമ്മളിപ്പം പൊതുവായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എക്സാമിൽ എന്തോ ഒരു തിരിമറി എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട്. അതായത് നോർത്തിൽ എന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഹരിയാനയിലാണ് നമ്മൾ കണ്ടത്. അടുത്തടുത്തുള്ള റോൾ നമ്പേഴ്സിന് ഞാൻ ഇവിടെ ഒരു സാധനം ഷെയർ ചെയ്യാം. അതായത് അടുത്തടുത്തുള്ള റോൾ നമ്പേഴ്സിന് ഒക്കെ ഫുൾ മാർക്ക്. അതൊരു എങ്ങനെ ഒരു സെന്ററിൽ കുറെ കുട്ടിക്ക് 69 കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ, അത് ഫൈൻ ആയിരിക്കാം. കാരണം വേണമെങ്കിൽ നല്ല ഈസിയുള്ള എക്സാം ആയതുകൊണ്ട് വേണേൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ എങ്ങനെ ഒരേ സെന്ററിൽ ഇത്ര ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? അപ്പം അത് ഭയങ്കര ഒരു സസ്പീഷ്യസ് ആയുള്ള കാര്യമല്ലേ. നമുക്ക് ഇതിൽ മനസ്സിലായി എന്ന് വെച്ചാൽ എവിടെയോ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് അല്ലാത്ത കുറച്ച് ന്യൂസ് കൊടുക്കാം. എവിടെയോ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ 50 എത്രയോ ലക്ഷത്തിന് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്കിതിനെ കുറിച്ചൊന്നും അധികാരമായി അറിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം വീണ്ടും നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് ആർക്കൊക്കെ ബെനിഫിറ്റ് ആവും എന്ന് പറഞ്ഞാൽ, ഇപ്പം നല്ല മാർക്കിന്റെ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ റാങ്കിലോട്ട് മുന്നോട്ട് വരാൻ ഇത് സഹായിക്കും. അപ്പം ഇത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എക്സാം റീകണ്ടക്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് അനുകൂലിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ എല്ലാ ഫോൾട്ടും നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്.
പിന്നെ പക്ഷെ ഒരു ഭാഗം കുട്ടികളുണ്ടാവും നല്ല മാർക്ക് ഇപ്പം കിട്ടിയിട്ട് വീണ്ടും ഇനി അത് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ അവർക്കും സെയിം മാർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം ഇപ്പം നല്ല മാർക്കിന്റെ റാങ്ക് പറഞ്ഞ കുട്ടികൾക്ക് ഫ്രണ്ടിലോട്ട് വരാനും സാധിക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ എക്സാം മെയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. മെയ്യിൽ കഴിഞ്ഞപ്പോഴത്തേക്കും മെയ് ജൂൺ ഒക്കെ. അപ്പം നമ്മൾ വെച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. കുറെ ഇക്വേഷൻസും ഫോർമുലയും ഒക്കെ നമ്മൾ ഒരു ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും. കാരണം ഞാനൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്കറിയാം നമുക്കൊരു എത്രമാത്രം നമുക്ക് ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ കുറെ പേരുടെ അതൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇപ്പോഴേ എന്താ പറയുക ഇതൊക്കെ റീഫ്രഷ് ചെയ്ത് തുടങ്ങുക. കാരണം എന്തായാലും എക്സാം വീണ്ടും നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു അവസരം ഈ റാങ്ക് കുറഞ്ഞ കുട്ടികൾ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പം അമ്പലത്തിൽ സൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്, അത് ഇഗ്നോർ ചെയ്യുക. അപ്പം നിങ്ങൾ വെച്ചാൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊന്നുമില്ല. അവരിപ്പോൾ ഇതിന്റെ പുറകെ എന്താവും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എക്സാം വരുമ്പോൾ അവർ ശരിക്കും ചിലർ പതറിപ്പോൾ. അപ്പോൾ ഈ അവസരം നിങ്ങൾ മുതലെടുത്ത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ എല്ലാ ഫോർമുലാസ് നിങ്ങൾ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സാധനം. കാരണം നമുക്കിനി വർഷങ്ങൾ നമ്മളിപ്പോൾ റിപ്പീറ്റും അല്ലെങ്കിൽ റിപ്പീറ്റും ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പം നമുക്ക് ഇനി ഒരു വർഷം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ട, നമുക്ക് ഇപ്പോഴേ കയറി പോവാം മെഡിക്കൽ കോളേജിലൊക്കെ. അപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എന്തായാലും നടത്തും എക്സാം, എന്തായാലും ഈ ഒരു കോൺട്രവേഴ്സി വന്നുകൊണ്ട് നടത്തും. അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങി മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ റാങ്കിനേക്കാളും നല്ല റാങ്ക് വരാൻ വേണ്ടി ശ്രമിക്കും. കുറേ സൗണ്ടുകളാണ് ഗൈസ് അവിടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം കാരണം കൊറോണയുടെ സമയത്താണ് ഞാൻ എഴുതിയത്. അപ്പം ആ സമയത്ത് എന്താ വന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് കണ്ടൊരു കാര്യമാണ്, നമ്മളൊരു അക്കാഡമിക് പെർഫോമൻസിൽ താഴെയായ കുട്ടികൾ കൊറോണ ലീവൊക്കെ കഴിഞ്ഞ് നീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഇടയിൽ വെച്ചിട്ട് വീട്ടിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടി പിന്നായ സമയത്ത് ഈ ബാക്കിലുള്ള കുട്ടികൾ റഷ് ചെയ്ത് മുമ്പിലോട്ട് വരാൻ തുടങ്ങി. അപ്പം അത് ഇവിടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് എത്ര റാങ്ക് ആയിക്കോട്ടെ, എത്ര മാർക്കായിട്ട് നിങ്ങൾക്ക് അതിൽ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ റീഫ്രഷ് ചെയ്യുക, ബയോളജി ടെക്സ്റ്റ് എടുത്ത് വായിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ വെറുതെ റിസൾട്ടും അലോട്ട്മെന്റ് ഒക്കെ നോക്കിയിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും നടത്തുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ അതുവേണ്ടി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ റിപ്പീറ്റിന് ചേർന്ന ആളുകളുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ ഫുൾ എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മൊത്തം സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഫർദർ നീറ്റിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് വീണ്ടും പഠിച്ച് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് മാറാമെന്ന് ഒക്കെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത് അടുത്ത വീഡിയോ കാണുന്നവരേക്കും